ഹായ്, ഞങ്ങൾ ഇന്നൊരു ഒരു ഒരു ട്രിപ്പ് കുറച്ച് നേരത്തിന്, പക്ഷേ അതൊരു ഭയങ്കര അടിപൊളി ആയിരിക്കും. അടിപൊളിയാണ്. നിങ്ങൾക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ്. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ തൊടുപുഴയിൽ ഇങ്ങനൊരു കാര്യം ആരും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കുകയില്ല. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസും ആയിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. എല്ലാവരും വേണ്ട പോവാൻ റെഡി ആയിട്ട് ഇരിക്കുക. ഞങ്ങളുടെ പൊന്നുണ്ണിക്ക് അറിയത്തില്ല, എന്നാന്ന് പോലും പൊന്നുണ്ണിക്ക് അറിയത്തില്ല. പൊന്നുണ്ണി വേണ്ട എഴുന്നേറ്റ് പടി. പൊന്നുണ്ണിക്ക് പാട്ട് വെക്കണം, അതാണ് മെയിൻ. പൊന്നുണ്ണി ഒരു ഹായ് പറഞ്ഞേ. വേണ്ട അതിൻ്റെ ഇടയ്ക്ക് കയ്യും വെച്ച ഉണ്ടോ. ചേച്ചി പെണ്ണും ചേട്ടായി പെണ്ണും ഒക്കെ നീ എന്തിനാ ചാടി ഇറങ്ങി പോയത്? എല്ലാവരും ഭയങ്കര ഇതിലിരിക്കുകയാണ്. എന്തായിരിക്കും അവിടെ ചെല്ലുമ്പോൾ എന്നുള്ള കാര്യം അറിയത്തില്ലല്ലോ. ഇങ്ങനെ കേട്ടേ ഉള്ളൂ ഞങ്ങൾ. അപ്പം ഞങ്ങൾ പോയിട്ട് പറയാം. എന്നെ എടുത്തപ്പണം ഇന്നലത്തെ അവരും പൊതിയെടുക്കും. ആഹാ, എത്ര മനോഹരം! എന്ത് കടലാസ് പുഷ്പങ്ങളൊക്കെയാണ് നോക്കിയ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നത്. തൊടുപുഴയിൽ നിന്ന് കുടയത്തൂർക്ക് പോകുന്ന ഭാഗമാണ്. പോയ വഴിക്ക് കുഞ്ഞായിക്ക് കഴിക്കാൻ ഉഴുന്നുവട മേടിച്ചു. അപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി കേട്ടോ. ഞങ്ങൾ വണ്ടി അവിടെ കൊണ്ടുവന്നിട്ട് ആരും കണ്ടില്ല. അപ്പോൾ അവിടെ ഒരു പച്ച നെറ്റ് കെട്ടിട്ടുണ്ടായിരുന്നു. അതിലെ താഴോട്ട് വഴിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലേ ഇറങ്ങിപ്പോയി. അപ്പോഴത്തേനും അത് സാറ് വിളിച്ചു, രസന എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാറേ ഞങ്ങൾ ഇതിലെ താഴോട്ട് പോകുന്നു പറഞ്ഞപ്പോൾ വേണ്ട, ഇവിടെ വന്നിപ്പുണ്ടെന്ന് പറഞ്ഞ് സാറ് വിളിച്ചു. അപ്പോൾ സാർ അവിടെ വന്നിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ അങ്ങോട്ട് കയറിപ്പോയി. എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ്. കാരണം നമ്മുടെ യാത്രക്കാരൻ വ്ളോഗ്സിലാണ് ഞങ്ങളിത് ആദ്യമായിട്ട് കാണണതേ. അപ്പോൾ ആ കണ്ട ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയിലാണ്. അവിടെ ചെന്നപ്പോൾ സത്യം ഞെട്ടിപ്പോയി കേട്ടോ. കാരണം നമ്മുടെ തൊടുപുഴയിൽ ഇത്രയും ഒരു സെറ്റപ്പ് എനിക്ക് പറയാൻ വയ്യ. കാണാത്തവർ വരണം കേട്ടോ. ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാം. ഞങ്ങളൊരു സൂര്യകാന്തി പാടത്തിന് നടുവിലാണ് നിൽക്കണേ. ഇതെവിടെയാണെന്നറിയാമോ? ആരും അതിശയിക്കൊന്നും വേണ്ട, വേറെ ദൂരെ എങ്ങും വേണ്ട. നമ്മുടെ തൊടുപുഴയ്ക്ക് സ്വന്തമായിട്ടൊരു സൂര്യകാന്തി പാടം. തൊടുപുഴയിൽ നിന്ന് 13 കിലോമീറ്റർ വരുന്നുണ്ട്. ചരംകുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അടിപൊളി ഒരു 80 സെൻറ്റ് സ്ഥലം ഫുള്ള് സൂര്യകാന്തി പാടമാണ്. നമുക്ക് ദൂരെ എങ്ങും പോകാതെ നമുക്കിവിടെ കണ്ടോ എത്ര മനോഹരമാണെന്ന്. ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഉണ്ടോ ഒരു സൂര്യകാന്തി പാടമൊക്കെ കാണണമെങ്കിൽ എവിടെയെല്ലാം പോയാലോ നമ്മൾ. കണ്ണമ്മൻ്റെ പാറുൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണ്ടേടാ. നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുക്കണ്ടേ? ഇത് കണ്ടോ, ഇവിടെ മൊത്തം ഒരു ഏരിയ ഫുള്ള്. വാ ജന, സജീവനൊരു വീഡിയോ ഒക്കെ ചെയ്യാനൊന്നും തോന്നുന്നില്ല ജന. ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞായി ഉണ്ടോ പൂവൊക്കെ കണ്ട്. കുഞ്ഞായി ഇതുണ്ട് സൂര്യകാന്തി പൂ കണ്ട. ഇതുണ്ട് സൂര്യകാന്തി പൂ കണ്ട. കുഞ്ഞായി ഇവിടെ നിന്നോ, സൂര്യകാന്തി പൂവിൻ്റെ ഒരിക്കൽ നിന്നു. അടിപൊളി എല്ലാവരും അച്ചുകുട്ടി. പിന്നെ അടിപൊളി സൂര്യകാന്തി പാടത്തിലൂടെ ഒരു യാത്ര ഉണ്ടോ. അത് നോക്കിക്കേ മതി കണ്ടോ. ഒരു പ്രദേശം മൊത്തം സൂര്യകാന്തി പൂക്കൾ. നമ്മൾ സൂര്യകാന്തി പൂ എവിടെ പോയി കാണുമെന്ന് ഓർത്തുണ്ട്. ഞങ്ങൾ അറിഞ്ഞില്ല, ഇത്ര അടുത്താണെങ്കിലും ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇതിൻ്റെ ഇത് അറിഞ്ഞത്. അപ്പം തന്നെ ഞാൻ ഞങ്ങളുടെ സാറിനെ വിളിച്ചു, മധുസാറിനെ. കാരണം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ മധുസാറിനെ. കാരണം സാനിസെറ്റ് എന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന പൊസിഷനിലാക്കിയ ആൾ മധുസാറാണ്. അപ്പോൾ മധുസാറിൻ്റെയൊക്കെ ഒരു സംരംഭമാണിത്.
പക്ഷെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ അറിഞ്ഞത് മധുസാറിൻ്റെയൊക്കെ ആണെന്നുള്ള കാര്യം. അപ്പം തന്നെ സാറിനെ വിളിച്ചു. സാറേ എനിക്കിവിടെ വരണം, ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് സാറ് പറഞ്ഞു. അപ്പത്തെ പറഞ്ഞു ഒരു രസനെ എപ്പോൾ വേണേലും പോരെ, നമുക്കൊരു നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ സാറുണ്ടല്ലോ വിളിച്ചപ്പോഴേ വന്നോളാൻ പറഞ്ഞുകൊണ്ട് സാറ് രാവിലെ ഇവിടെ വന്ന് നിന്നു. എന്നിട്ട് ഞങ്ങളിവിടെ കയറ്റി വിട്ടു. നിങ്ങളുടെ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ ചെയ്യുകയോ ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര എന്നാണ് ഭയങ്കര തേനീച്ചക്കല്ലേ, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ദൂരെ എങ്ങും പോകാതെ നമ്മുടെ തൊടുപുഴയ്ക്ക് സ്വന്തമായിട്ടൊരു സൂര്യകാന്തിപ്പാടം നമുക്ക് അല്ലേ, സ്വന്തമായിട്ടൊരു സൂര്യകാന്തിപ്പാടം. അത് അവരുടെ ഒരു ഐഡിയ നല്ലൊരിതല്ലേ. ആ റിസോർട്ടും കൂടി ഇതാണ് റിസോർട്ട്. അതിൻ്റെ ഞാൻ ചാർജസൊക്കെ ചോദിച്ചേച്ച് പറയാം. കാരണം വൺ ഡേ 9,500 അങ്ങനെ എങ്ങാണ്ടാണ് സാറ് പറഞ്ഞത്. പിന്നെ 100 പേർക്ക് സ്റ്റേജ് അല്ല എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയ ഹാളോട് കൂടിയൊക്കെയാണെന്നാണ് പറഞ്ഞത്. അതിനെന്തോ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയൊക്കെ അതൊക്കെ ഞാൻ ചോദിച്ചിട്ട് കൃത്യമായിട്ട് പറയാം. ഇത് കുടിയത്തൂർ മല, കുടിയത്തൂർ ഇവിടെ ഇലവീഴാപ്പൂഞ്ചിറ ആ ഭാഗം കണ്ടാണ് എൻ്റെ ഒരു അവിടെ കാണുന്നത് അല്ലേ. അത് ഇലവീഴാപ്പൂഞ്ചിറ, അതും ഒരു വിനോദസഞ്ചാര കേന്ദ്രം കേട്ടോ, നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന പോലെ. അത് കയറിപ്പോണം, പക്ഷെ അത് നല്ലൊരു രസം. അവിടെ ഇങ്ങനെ മല കയറി ഒരിക്കൽ ഞങ്ങൾ പോയായിരുന്നു. പോയിട്ട് പകുതി വഴി ആയപ്പോഴത്തേനും എല്ലാവരും നിർത്തി. അത്ര ഇപ്പം അങ്ങനെയല്ല, വണ്ടിയൊക്കെ പോകും, ട്രിപ്പ് ജീപ്പൊക്കെ ഉണ്ട്, റിസോർട്ടൊക്കെ ഉണ്ട്. നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ പിന്നെ വീഴാപ്പൂഞ്ചിറ. അല്ല മഞ്ഞ. ഇനി നേരെ റിസോർട്ടിലേക്ക്. എത്ര രസമാണെന്ന് നോക്കിയാൽ റിസോർട്ടിൻ്റെ അടുക്കലൊരു സൂര്യകാന്തി പാടമൊക്കെ. ആഹാ, ഇതാണ് കേട്ടോ റിസോർട്ടിലോട്ടുള്ള വഴി. ഇതിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പണ്ടോര ഗാർഡൻസ്. ഇതിൻ്റെ തന്നെ റിസോർട്ട് പണ്ടോര എന്നല്ലേ റിസോർട്ട്. ഇവിടെയാണ്. ഞാനത് കറക്റ്റ് ചോദിച്ചിട്ട് സാറിൻ്റെ ഒക്കെ ഇടയ്ക്ക് ചോദിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് തുകയൊക്കെ പറയാം. പിന്നെ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുകയും ചെയ്യാം. അതേ ഒരു ഏറുമാടമൊക്കെ ഉണ്ട്, കണ്ടൊരു ഏറുമാടം. പിന്നെ പഴയ നമ്മുടെ പനയോലയൊക്കെ വെച്ച് പണ്ട് ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞല്ലോ, ആദ്യം ഞാൻ സജീവണ്ണൻ്റെ വീട്ടിൽ വരുമ്പോൾ സജീവൻ്റെ വീട് മെഴുകണ പെരയും പനയോല മേഞ്ഞ പെരയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പനയോല മേഞ്ഞ പെര കാണണേ അങ്ങനെയായിരുന്നേ. പക്ഷെ നല്ല രസമാണ്, അത്രയും ചൂടോ കാര്യമൊന്നുമില്ല, നല്ല തണുപ്പും കാര്യമൊക്കെയാണ്. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാർക്കയും ഷീറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ചൂടൊക്കെ അല്ലേ, ഇതിനകത്തൊരു പ്രത്യേക ഒരു തണുപ്പൊക്കെ ഉണ്ട്. എൻ്റെ ഒരു രസമില്ലെന്ന് നോക്കിയാൽ ആ വീടുണ്ടാക്കി വെച്ചിരിക്കുന്നതിന് എന്ത് രസമാണ്. അതിന് ഇടയ്ക്ക് എൻ്റെ പൊന്നുണ്ണി വിശന്ന് ഞങ്ങൾ രാവിലെ ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് റെഡിയായി ഞങ്ങളിനി പോരുമായിരുന്നു. രാവിലത്തെ കാര്യമൊക്കെ പിന്നെ ആട്ടെന്ന്. കാരണം വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോഴത്തേനും ഇതല്ലേ, അതുകൊണ്ട് അവന് ഇച്ചിരി പാപ്പമൊക്കെ പിന്നെ കുഞ്ഞിൻ്റെ അപ്പാപ്പ അവള് തിന്നാനാന്ന് ഓർത്തിട്ട് അവൻ ഉപദ്രവിക്കുന്നേ. ഞാവൽപ്പഴം ഉണ്ട് കേട്ടോ, നിറച്ച് ഞാവൽപ്പഴം കിടക്കുന്നു. ഞാവൽമരം ഉണ്ട്. അയ്യേ ഞാവലല്ല, സോറി ഇത് ഈ പനങ്കുരു. ഞാൻ സത്യം പറഞ്ഞ ഞാവൽപ്പഴം അല്ല കേട്ടോ. അയ്യോ ഇത് കണ്ട അങ്ങനെ ഓർക്കുള്ളൂ. പനയുടെ കണ്ടോ, പനങ്കല പോലെ മുടിയെന്ന് പറയത്തില്ല, അതേ കിടക്കണം പനങ്കല. ഞാൻ ഞാവൽപ്പഴമാണെന്ന് പറഞ്ഞു. ഊഞ്ഞാല. പിന്നെ ഇത് സ്വിമ്മിംഗ് പൂളാണ്. ആണോടാ, അവിടെയുണ്ട് പൂളൊക്കെ. ജാതിക്കത്തോട്ടം, ജാതിക്ക. കണ്ടോ ജാതിമരം നിറയെ ജാതിക്കയൊക്കെ ആയിട്ട്. ഇതായിട്ട് എൻ്റെ ക്യാമറാമാൻ എന്തേ പോന്നു. ഇവിടെയൊക്കെ കയറി ഇരിക്കാം. ഇതൊക്കെ എടാ ഇത് ഗ്രില്ല് ചെയ്യുന്നതാണ് എടാ, അത് ഫയർ എന്നാ ഇതാന്ന് തോന്നുന്നു. ഇല്ലടാ എന്നാടാ ക്യാമ്പ് ഫയറിൻ്റെ അല്ലേ. കണ്ടോ നല്ല സ്റ്റേജ് പോലെ കെട്ടി. ഇതെവിടെ ഊഞ്ഞാലേ സ്വിമ്മിംഗ് പൂളുണ്ട്, അതിനകത്ത് കുഞ്ഞിനെ കൊണ്ട. ഇത് കണ്ടോ, ഇതിവിടെ ക്യാമ്പ് ഫയർ നടത്താനായിട്ട് ഒരു സ്റ്റേജ് പോലെയൊക്കെ കെട്ടി ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കൂട്ടുകാരും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാം. നമുക്കിവിടെ ക്യാമ്പ് ഫയർ ഇവിടെ തീയൊക്കെ കൂട്ടി. ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു തോന്നുന്നല്ലോ. എന്താ പൊന്നായി ഡാച്ച് കളിക്കണേ. നമുക്ക് സ്വിമ്മിംഗ് പൂള് കാണിക്കാം. സ്വിമ്മിംഗ് പൂള്
വാടാ ഒന്നിട്ടെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇരിക്കാനുള്ളതാണോ? ഇരിക്കാനുള്ള സെറ്റപ്പാണോ? ഉള്ളല്ലേ വൈകിട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി. ഇതൊരു വെറൈറ്റി. കസേരയ്ക്ക് പകരം ട്യൂബേലെ ടയറൊക്കെ. അല്ല ഇത് ടയറേല് കൊള്ളാല്ലേ? അടിപൊളി സെറ്റപ്പാ. സുഖമായിട്ട് മറ്റേ എന്നാടി ഒരു സാധനം മേടിക്കുമല്ലോ കാറും, മറ്റേ കഞ്ഞിയൊക്കെ നിറച്ചൊരു സാധനം മേടിക്കുമല്ലോ, അതിലൊക്കെ സെറ്റപ്പ് അല്ലേ? ഇതൊക്കെ നല്ല ഐഡിയ കേട്ടോ. അത് ലൈറ്റൊക്കെ കണ്ടോ? അതെ മാവ് മാങ്ങ ഇഷ്ടം പോലെ, കരിയാപ്പ്, ചാമ്പ, ഇതൊക്കെ കൊള്ളാല്ലേ? ഇവിടെ വന്നിരിക്കാം. വൈകിട്ട് ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടോ? ഇതുണ്ടോ ഗ്രിൽഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കി. നല്ല നല്ല സെറ്റപ്പ് കേട്ടോ. കാരണം ഒരു വെറൈറ്റി ഇതല്ലേ, സാധാരണ റിസോർട്ടിലൊക്കെ പോകുന്നതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു എനിക്ക് അതായിരുന്നു കേട്ടോ. അത് ഹൈലൈറ്റ് ആയിട്ട് എടുക്കണം കേട്ടോ സച്ചുകുട്ട. ആ ഒരു ഫോട്ടോ കേട്ടോ കേട്ടോടാ. അത് കണ്ടോ? നല്ലൊരു വ്യൂ, നല്ലൊരു ഭംഗിയില്ലടാ ആ ഫോട്ടോ. എടുക്കും. ഒരു മാങ്ങ ചാടി കിടക്കുന്നു. ബാടി വെച്ചു കുട്ടി. അമ്മ അവിടെ ഇരുന്നോ, അമ്മേ അവിടെ ഇരുന്നോ. അടുത്ത ഞങ്ങള് നേരെ സ്വിമ്മിംഗ് പൂളിന്റെ അങ്ങോട്ട്. ഇനി കണ്ണമ്മോന്റെ വക അടുത്ത പ്രാവശ്യം വരുന്നുണ്ട്. കണ്ണമ്മോൻ എല്ലാരും കൂടി ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങള് കിണർ വെള്ളമാണ്. പിന്നെ വാടി പറഞ്ഞു അച്ചുകുട്ടി വാടി. അതേ നോക്കിക്കേ. ഇറങ്ങണ്ട കേട്ടോ, ചെരുപ്പൊന്നും ഇറങ്ങല്ലേ. ഇത് നമ്മുടെ അടുത്ത്. മറ്റേ നമ്മൾ ഒരു റിസോർട്ടൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ദൂരെ, നമ്മളിപ്പോൾ പെട്ടെന്ന് വാഗമണ്ണ അല്ലെ മൂന്നാർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇത് നമ്മൾ തൊടുപുഴയിൽ സ്വന്തം തൊടുപുഴയ്ക്ക് ഇതായിട്ടൊരു വെറൈറ്റി. എന്നാൽ എല്ലായിടത്തും കാണുന്ന പോലെ അല്ല. ഒരു എക്കോ ഫ്രണ്ട് അത് തന്നെ അവളെനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്നാൽ സ്വിമ്മിംഗ് പൂളും എല്ലായിടത്തും എനിക്ക് ജാതിയോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പോൾ ജാതി എന്ന് പറയുമ്പോൾ എനിക്ക് ജാതിയുള്ളൊരു വീടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് എന്നാടി ഗുഹയോ ആണോ? ഇത് കയറിപ്പോടി. അതിന് പോയിട്ട് വന്നിട്ട് പാറു അതിന് പോയിട്ട് മതി. ദേ അമ്മച്ചി ആയിട്ട് അതിന് പോയിട്ട് വരുന്നുണ്ടോണേ. അങ്ങോട്ട് വയ്ക്കാം. ദേ വരുന്നു. പാടി കയറി ഇതിലെ കയറി പാടി. അകത്തോടി സാരമില്ല. അവക്ക് അത്രയും കുഞ്ഞു, നിനക്ക് അത്രയും കുഞ്ഞുണ്ടടി പാറു ഉണ്ടോ? അടിപൊളി സെറ്റപ്പ് കേട്ടോ. പിള്ളേരൊക്കെ ആണെങ്കിലും വൈകിട്ട് കളിക്കാനൊക്കെ ആണേലും. കണമ്മ ഗുഹയ്ക്കകത്ത് കയറുന്നുണ്ടോടാ? നമ്മുടെ പാറുവം വെച്ച് കുഞ്ഞാവേം കൊണ്ട് ദേ വരുന്നു. അച്ഛൻ ദേ വരുന്നു. സൂപ്പർ. അത് കുഞ്ഞാക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കേറത്തില്ല. ഞാനുണ്ടല്ലോ ഒത്തിരി കുനിയാനൊക്കെ ഭയങ്കര പാടാ. ഇല്ല സച്ചുക്കുട്ടൻ പോയിട്ട് വേടാ. നീ ഗുഹയ്ക്കകത്ത് കയറിക്കോടാ. ഓടിപ്പോടാ. ഇല്ലാണ്ട് ഞാനാ ക്യാമറമാൻ മുഖം കാണിക്കുന്നില്ല. ക്യാമറമാൻ ഭയങ്കര. പിന്നെ അതേ അവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ അന്നുള്ളടത്ത് പോയപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് കഴിപ്പിക്കുന്നില്ല. പിന്നെ നീ കുറിക്കാത്ത കണ്ടമോനെ കയറി വന്നേടാ. ചെല്ലടായില്ലേ? വേണ്ട അതില് ആ പറയും കൂടി പോടാ. അവൻ ഉടനെ ഇതൊക്കെ വരും. അത് പറയും കൂടി പോ. ഇതില് പോ. അതിന്റെ വാതില് കാണിച്ച സച്ചുക്കുട്ട അതുണ്ടോ? അതിലേ പോന്നെ. അതിലേ കയറിയിട്ട് പോരും. അതൊക്കെ ട്രെയിനൊക്കെ മറ്റേ പിള്ളേരൊക്കെ കളിക്കുന്ന ഇതല്ലേ, അതിന് പകരം ഇതാകുമ്പോൾ പേടിക്കാൻ വേണ്ട. കൈയൊക്കെ ഇതിനിടയ്ക്ക് പോകുമല്ലോ. ഞാൻ വരുന്നുണ്ടോ? ഇനി നമുക്ക് അതിനകം ഒന്ന് കാണാം. ജാതിക്കല്ലേ അതെ ചക്ക. നല്ല സെറ്റപ്പ് കേട്ടോ. ഈ പനയൊക്കെ ഇത് കണ്ടോ? പെര മേയണ പനയോല. ആ വീട് മേഞ്ഞിരിക്കണത് അതുകൊണ്ടാ.
എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ പടം അല്ലേ. ഒരു രസമില്ല, നല്ലൊരു പണ്ടത്തെയൊക്കെ കാലമൊക്കെ ഒരു ഓർമ്മ വരുന്നു. പണ്ട് വേണ്ട പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഈ പേരയുടെ ചില്ലയിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കാം. ഇതിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കാം. ഇത് വേറെ ജാതി, വേറെ കൂടുതൽ ജാതി മരമാണോ? ഇത് വേറെ കൂടുതൽ ജാതി മരമാണോ? കണ്ടിട്ട് ജാതിയുടെ ഇലക്കൊക്കെ ഒരു വ്യത്യാസമുള്ള, നമ്മൾ അവിടെ നിൽക്കുന്ന കൂടുതൽ ജാതിയുടെ ഇല പോലെ അല്ലല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. എന്താ വെള്ളമൊക്കെ ഇത് അവിടെയൊക്കെ വീടൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 3 ബെഡ്റൂമാണുള്ളത്. 3 ബെഡ്റൂം, വൺ ഡേ ഒരു ദിവസത്തിന് 9,500. പിന്നെ നമുക്ക് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ഒരു ദിവസം സ്റ്റേ ഉണ്ട്. അപ്പോൾ 18 രൂപയാണ്. 100 പേർക്കൊക്കെ ഇരുന്ന് അവതരിപ്പിക്കാൻ പറ്റുന്നൊരു ഹാളും ഒക്കെ ഉണ്ട്. പിന്നെ അത് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ കേട്ടോ. ബാക്കി നമുക്ക് ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഓർഡർ ചെയ്യണം. പിന്നെ ഉള്ളതനുസരിച്ച് അഡീഷണൽ ബെഡ് തരും കേട്ടോ. കയറി വരുന്ന ഒരു ഹാള്, ഒരു കുഞ്ഞൊരു ഹാള്. പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ ഡൈനിങ് ഹാള്. ഇതൊരു ബെഡ്റൂം. എടി കുഞ്ഞിന് പാല് കൊടുക്കണം, തിരിച്ച് പാല് കൊടുക്കും. അതിന് ഞാൻ പറയാം. പിന്നെ അതൊരു ബെഡ്റൂം അല്ലേ സാറേ? ആ, ഇതൊരു ബെഡ്റൂം. ബാത്റൂമൊക്കെ വിശാലമായ ബാത്റൂമൊക്കെ കണ്ടത്. ബാത്റൂം അറ്റാച്ച്ഡ്. കാരണം ഇന്ന് ഇവിടെ സ്റ്റേ ഉണ്ടായിരുന്നു, അപ്പം പോയതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് തരും. ഇതൊരു ബെഡ്റൂം. ഇതുണ്ടല്ലോ, നമുക്ക് ഒരു വീടിൻ്റെ അന്തരീക്ഷം എന്നാൽ റിസോർട്ടിൻ്റെ ഒരു ഇതും എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് കേട്ടോ. ഇഷ്ടംപോലെ നല്ല മച്ചൊക്കെ ഉള്ള റിസോർട്ട് അല്ലേ. നല്ല തണുപ്പുണ്ടല്ലേ ഇതിനകത്ത് നിന്നിട്ട് അല്ലേ. നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. അടിപൊളി സെറ്റപ്പ്. പിന്നെ ഇവിടെ ഹാള്, ഇതിൻ്റെ വെളിയിലാണ് ഹാള്. ഇന്നലെ പെട്ടെന്ന് ഓർക്കപ്പുറത്ത് ഒരു മഴ പെയ്തുകൊണ്ട് എല്ലാവരും ഭയങ്കര ഇതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ അതിലെ പോകുമ്പോൾ ഹാള് കാണിക്കാം. ഇത് ഞങ്ങളുടെ മധുസാറ്. ഞാനിപ്പോൾ ഈ പൊസിഷനിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് 100% ഉത്തരവാദിത്വം മധുസാറാട്ടോ. മധുസാർ ഇല്ലെങ്കിൽ ഞാനില്ല. സാനിറ്ററിൻ്റെ സൂപ്പർവൈസർ എന്നുള്ള നിലയിൽ ഇപ്പോൾ PV സൊല്യൂഷൻ്റെ മാനേജർ വരെ വന്ന് നിൽക്കുന്നത് മധുസാർ ഉള്ളതുകൊണ്ട്. ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ട് നമ്മളറിഞ്ഞില്ലല്ലോ ഇത്. അപ്പോൾ കുഞ്ഞ് ഭയങ്കര പൊന്നായി ഭയങ്കര വഴക്ക്. ഇനി വിശക്കുന്നുണ്ട്, എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ട്. അമ്മയൊക്കെ വിശന്നതേ ക്ഷീണിച്ചിരിക്കുന്നു. അമ്മ ഓരോരുത്തരും അമ്മ ഞങ്ങളിങ്ങനെ പോയി നടത്തെടുക്കുകയൊക്കെ ചെയ്യും. അമ്മ വേറെന്ത് അത് പുഴുവാണോ കുഞ്ഞ്? ഇതുണ്ട്, എനിക്ക് കല്ലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ. അടിപൊളി. നീ ഓടിപ്പോയാൽ അതേ കയറിക്കോടാ കൊച്ചുകുട്ട, ഓടിപ്പോയി കയറിക്കോ. ഇറങ്ങാൻ പാടായിരിക്കും. ഇറങ്ങാൻ പാടാ. ഇറങ്ങണ തന്നെ ആരിറങ്ങും? എനിക്കൊരു ഏർമാടത്ത് കയറണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്നാലും ഞങ്ങൾ രാജാക്കാട് പോയപ്പോൾ എനിക്ക് ഏർമാടത്ത് കയറാൻ പറ്റിയില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കയറി പോവും.
അടിപൊളി സെറ്റപ്പ് അല്ലേ? ആ ബെസ്റ്റ്. പിന്നെ എന്നാ വേണം? അങ്ങനെ ഏറുമാടത്തിൽ ഇതുണ്ടാവും പണ്ടത്തെ റാന്തൽ. ഇപ്പോൾ പിന്നെ ബൾബൊക്കെ വെച്ചാണ്. അടിപൊളി സെറ്റപ്പ്. ഇതാ എൻ്റെ കെട്ടിയോനും അമ്മ പോകുന്നുണ്ട്. അമ്മയൊക്കെ മടുത്ത് പോവുക. അച്ചുകുട്ടി പറഞ്ഞത് എനിക്ക് വിശന്നിട്ട് നടക്കാൻ വയ്യ. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ തൊടുപുഴയ്ക്ക് സ്വന്തം കുടയത്തൂർ ശരംകുത്തിയിൽ ഇത് മിസ്സ് ചെയ്യരുത് ആരും. കാരണം ഈ റിസോർട്ടും ഈ സൂര്യകാന്തി പാടം നമുക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. ഇതൊരു പ്രത്യേകത. കാരണം നമുക്കൊരു എക്കോ ഫ്രണ്ട്ലി, നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒരു അന്തരീക്ഷം എന്ന ഒരു റിസോർട്ടാണ് താനും. ഒരുപാട് വെയിലോ കാര്യമൊന്നുമില്ല. നമുക്ക് എല്ലാ മരത്തിൻ്റെ തണലുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങി ഇരിക്കാൻ. ജാതിച്ചോട് ഇഷ്ടം പോലെ ജാതികളുണ്ട്. അതൊക്കെ ഒരു പ്രത്യേകത. എനിക്ക് ആ ക്യാമ്പ് ഫയർ നടത്താനുള്ള സ്റ്റേജ് കെട്ടിയിട്ട് അതൊക്കെ നല്ല സെറ്റപ്പല്ല സച്ചിക്കുട്ട. എൻ്റെ സച്ചിക്കുട്ടനൊക്കെ എൻ്റെ ക്യാമറമാൻ വിളിക്കുന്നു മടുത്തിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ആരും മിസ് ചെയ്യില്ല. നമ്മുടെ പണ്ടോര റിസോർട്ട് സൂര്യകാന്തിപ്പാട് ആരും മിസ് ചെയ്യരുത്. വരണം, വന്ന് കാണണം കേട്ടോ. ഇല്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും ശരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ സൂര്യകാന്തി പാടത്തിൻ്റെ ആ മനോഹാരിതയും ആ റിസോർട്ടിൻ്റെ ആ ഭംഗി അതൊക്കെ നമ്മൾ ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഇത്ര അടുത്ത്, നമ്മുടെ തൊടുപുഴയ്ക്ക് ഇത്ര അടുത്ത് നമുക്ക് വന്നിട്ട് പോയി കണ്ടില്ലെങ്കിൽ എന്തൊരു നഷ്ടമായിരിക്കും എന്നറിയാമോ. ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരാൻ തോന്നില്ലായിരുന്നു, അത്രയ്ക്ക് ഭംഗിയായിരുന്നു. പിന്നെ കുഞ്ഞായി വഴക്കായതുകൊണ്ടായിരുന്നു അവൾ വിശന്ന്. കാരണം രാവിലെ നമ്മൾ വെയിലൊക്കെ ആകുന്നതിന് മുന്നേ പോകാമല്ലോ. പിന്നെ സജീവണ്ണും കണ്ണമ്മൂനും പോകണം. ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു ഇത് വന്നുകൊണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് പോവുക. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയത്. പിള്ളേരൊക്കെ ഫോട്ടോ എടുത്ത് മതിയായില്ലായിരുന്നു. അതുകൊണ്ട് ആരും മിസ് ചെയ്യില്ല കേട്ടോ. മിസ് ചെയ്താൽ അതൊരു നഷ്ടമാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ എന്തായാലും കിട്ടിയ സമയം മുതലാക്കി ആ സൂര്യകാന്തി പൂക്കളുടെ ഇടയ്ക്കൊക്കെ നടന്നിട്ട് ഒരു റീല് ചെയ്തില്ലെങ്കിൽ ഞാൻ പോയതിൽ എന്താ ഒരർത്ഥം. അപ്പോൾ കിട്ടിയ സമയത്തൊരു പാട്ടൊക്കെ ചെയ്തു. പെട്ടെന്ന് സമയം പോയി. കാരണം അവിടുത്തെ ഭംഗി ആ റിസോർട്ട് കണ്ട് നടന്നപ്പോഴത്തേനും സമയം പോയതറിഞ്ഞില്ല. കുഞ്ഞായിക്ക് വിശന്നുകൊണ്ടാണ്. എന്താണെങ്കിലും ഞങ്ങൾ ഇനിയും വരും. അതുകൊണ്ട് എല്ലാവരും വന്ന് കാണണം, കാണാതിരിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ കയ്യെത്തും ദൂരത്ത്, നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ തൊടുപുഴയിൽ, നമ്മുടെ തൊടുപുഴയിലെ കുടയത്തൂർ ശരംകുത്തിയിൽ ഇത്രയും ഒരു സെറ്റപ്പ്, അതും കുറഞ്ഞ റേറ്റിൽ ഇത്രയും വിശാലമായ ഒരു സെറ്റപ്പ് വേറെ എവിടെയും കിട്ടുകയില്ല. അതുകൊണ്ട് ആരും ഇത് മിസ് ചെയ്യരുത്. ഇതിനെപ്പറ്റി അന്വേഷിക്കണം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വരാൻ പറ്റുന്നവർ വരണം. ഇനിയിപ്പം വെക്കേഷനൊക്കെ അല്ലേ പിള്ളേരുടെ, ഇവിടെ വരിക, റിസോർട്ടിൽ വരിക, നമ്മുടെ സൂര്യകാന്തി പാടം കാണുക, അടിച്ചു പൊളിക്കുക.